എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ടെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജാണ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മളിന്ന് ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ആണ് ചെയ്യാൻ പോകുന്നത്. വെറുതെ ഒരു ക്ലീനിങ് അല്ല, നല്ല ആഴത്തിൽ ഫ്രിഡ്ജിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് വീട്ടിലത്തെ ഫ്രിഡ്ജ്. സിംഗിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ്. അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് മുന്നായിട്ട് ആദ്യം തന്നെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക. അപ്പം ഞാനിങ്ങനെ ഫ്രിഡ്ജിൻ്റെ കവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ 2 പോക്കറ്റൊക്കെ ഉള്ള രീതിയിലുള്ള കവറാണ്. അപ്പം ഞാൻ ആ കവർ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ടോപ്പ് പാർട്ടിൽ അധികം അഴുക്കില്ല, എന്നാലും അഴുക്കൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഫ്രിഡ്ജിൻ്റെ ഉൾവശമാണ്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് വയ്ക്കുക. അതിനുശേഷം ഇതിലെ ഓരോ കമ്പാർട്ട്മെൻറ്റ്സ്, ഓരോ ട്രേകളും നമ്മൾ അതിൽ നിന്നും ഊരി മാറ്റിയിട്ട് കഴുകിയെടുക്കും. അപ്പം ഞാനിവിടെ ഈ ഫ്രിഡ്ജിലുള്ള ഓരോ സാധനങ്ങളും എടുത്ത് മാറ്റാനായിട്ട് പോവാണ്. അപ്പോൾ മുകളിലത്തെ തട്ടിൽ എഗ്ഗാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആ മുട്ടയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. പിന്നെ താഴെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താരതമ്യേന എൻ്റെ ഫ്രിഡ്ജിൽ സാധനങ്ങൾ കുറവാണ്. എന്നാലും ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോറിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി. അതുപോലെ തന്നെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാനുള്ളത് നമ്മുടെ ഈ ഓരോ പോക്കറ്റുകളും ഓരോ കമ്പാർട്ട്മെൻറ്റ്സും ഊരിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓരോ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഊരിയെടുക്കുകയാണ്. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കതും തന്നെ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഞാനിവ സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കുകയാണ്. നമ്മൾ സാധാരണ ഡിഷ് വാഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് ഉണക്കാനായിട്ട് വയ്ക്കുകയാണ്. അപ്പം ഞാനത് ഷൂട്ട് ചെയ്ത ഭാഗം എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളുടെ ഡിഷ് വാഷും ഒരു ചെറിയ മൈൽഡായിട്ടുള്ള സ്പോഞ്ചിൻ്റെ സ്ക്രബ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തേച്ചൊരച്ച് കഴുകിയെടുത്തു. അതിനുശേഷം അത് ഒന്ന് വെള്ളം പോകാനായിട്ട് വെച്ച് വെയിലത്തൊന്ന് ഉണക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ട്രേകളും എല്ലാം നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഫ്രിഡ്ജ് ഉൾഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുള്ള ഒരു സ്പ്രേ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുള്ള ലോഷൻ്റെയും സ്പ്രേയുടെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. ജസ്റ്റ് ചൂടുവെള്ളവും ഡിഷ് വാഷും ഒക്കെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു സ്പ്രേ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇത് ഉപയോഗിച്ച് സാധിക്കും. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൽ അഴുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇളകി വരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സാധാരണ പച്ചവെള്ളമല്ല, തിളപ്പിച്ചിട്ട് ചെറിയ ചൂട് ഉള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ടാണ് ഇത് സ്പ്രേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ അഴുക്കും കാര്യങ്ങളൊക്കെ നന്നായി പോയി കിട്ടും. അപ്പം ഞാനിപ്പോൾ നമ്മുടെ സ്പ്രേ ഫ്രിഡ്ജിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു മൈക്രോ ഫൈബറിൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ബനിയൻ്റെ ക്ലോത്തോ എടുക്കുക. എന്നിട്ട് അത് വെച്ച് ഇത് നന്നായിട്ട് തുടച്ചു കൊടുക്കുക. അപ്പോൾ ഉള്ള അഴുക്ക് എല്ലാം നന്നായി പോയി കിട്ടും. ഫ്രിഡ്ജ് നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഈ സ്പ്രേ ഉപയോഗിച്ചിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ തിളച്ച വെള്ളത്തിൽ നിന്ന് അത് ചെറുതായിട്ട് ചൂടാറിയ ശേഷം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചവെള്ളം കൊണ്ടൊന്നും ഒരിക്കലും ഫ്രീസർ അല്ലെങ്കിൽ ഫ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഇടയിലൊക്കെ, അതായത് നമ്മുടെ ആ ട്രേ വരുന്ന ഭാഗത്തൊരു പോക്കറ്റ് പോലെ ഉണ്ടല്ലോ, ഒരു കനാൽ പോലെ, അപ്പോൾ ആ ഭാഗത്തൊക്കെ അഴുക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ സിംഗിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ്. അപ്പോൾ നിങ്ങളുടെ ഡബിൾ ഡോറിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ വലിയ ഫ്രിഡ്ജുകളൊക്കെ ആണെങ്കിലും ഈ ഒരു മെത്തേഡിൽ ക്ലീൻ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജൊക്കെ അത്യാവശ്യം നന്നായി ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ അവിടെ ഒരു റബ്ബറിൻ്റെ ലോക്ക് പോലെയുണ്ട്. അതാണ് ഫ്രിഡ്ജ് ചേർന്ന് അടഞ്ഞിരിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല അഴുക്കുണ്ടാവും. അപ്പോൾ ആ റബ്ബറിൻ്റെ സീല് നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒരു കോർണറിൽ പിടിച്ച് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ, മൈൽഡായിട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ എളുപ്പത്തിൽ ഊരിയെടുക്കാം. അങ്ങനെ ഊരിയെടുത്ത് എപ്പോഴും വൃത്തിയാക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്നും ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ഒന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ ഒരു 2
3 മാസം കൂടുമ്പോൾ, 2 മാസം വേണ്ട, 3 മാസം കൂടുമ്പോൾ നമ്മളിങ്ങനെ റബ്ബറിൻ്റെ ആ സീല് ഊരിയെടുത്തിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിൽ അഴുക്കുകളൊന്നും അടിഞ്ഞുകൂടില്ല. പിന്നെ ചിലവർ പറയുന്ന കേൾക്കാറുണ്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഉറുമ്പ് വരുന്നു എന്ന്. അതായത് ഈ റബ്ബറിൻ്റെ ഭാഗത്ത് ഉറുമ്പ് വരുന്നു എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ അതിനെന്താ ഒരു പോം വഴി എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പോം വഴി എന്ന് പറയുന്നത് നമ്മളൊരു 3 മാസം കൂടുമ്പോഴൊക്കെ ഈ റബ്ബറിൻ്റെ സീല് ഊരിയെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പും കാര്യങ്ങളും ഒന്നും വരില്ല. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് നമ്മുടെ ചൂടുവെള്ളവും കുറച്ച് വിനാഗിരി, അതായത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും അതുപോലെ ഒരു 2-3 ഡ്രോപ്പ് ഡിഷ് വാഷും ചേർന്ന മിക്സ് ഉപയോഗിച്ചിട്ടാണ് ആ ഭാഗം ഒന്ന് തുടച്ചെടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഈ റബ്ബറിൻ്റെ ആ ഒരു സീലിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതും നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ഫ്രിഡ്ജിൻ്റെ ലോക്കായിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്ന ആ റബ്ബറിൻ്റെ ആ സംഭവം. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴുകിയെടുക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് കഴുകണം. ഇത് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടാലൊക്കെ കീറിപ്പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതിൻ്റെ ആ കോർണർ ഭാഗമൊക്കെ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധാപൂർവം വേണം കൈകാര്യം ചെയ്യാനായിട്ട്. കഴുകുന്നുണ്ടെങ്കിലും നന്നായിട്ട് ശ്രദ്ധിച്ച് കഴുകിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കഴുകുന്നില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ തുടച്ചെടുത്താലും മതി. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മളിത് തുടച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് കറക്റ്റായിട്ട് ആ ലോക്കിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കനാൽ പോലെയുണ്ട്, ആ ഭാഗത്ത് ആ റബ്ബർ സീലിൻ്റെ ഒരു ഭാഗം ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് നന്നായിട്ട് ഫില്ലായിട്ട് അത് അടഞ്ഞിരുന്നോളും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് സീൽ ചെയ്തെടുക്കാവുന്നതാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ സൈഡ് നോക്കിയിട്ട്, 2 സൈഡും നോക്കിയിട്ട് ഫില്ല് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് സൈഡാണ് ബാക്കിൽ വരുന്നത്, ഏത് സൈഡാണ് ഫ്രണ്ടിൽ വരുന്നതെന്ന്. അതനുസരിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ അഴുക്കുകളൊന്നും അടിഞ്ഞുകൂടില്ല, ഫ്രിഡ്ജ് എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗവും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കുറച്ച് ഷൂട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഡിലീറ്റായി പോയി. അപ്പോൾ അതുകൊണ്ടാണ് അത് ഈ വീഡിയോയിൽ ഇല്ലാത്തത്. അപ്പം നിങ്ങളും ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗവും ടോപ്പ് പാർട്ടും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച സെയിം സൊല്യൂഷൻ വെച്ച് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം. അതും അല്ലെങ്കിൽ ഇതിന് മുമ്പ് നമ്മളൊരു ഗ്ലാസ് ക്ലീനറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ചും ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഫ്രിഡ്ജ് അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലുള്ള ട്രേസും കാര്യങ്ങളൊക്കെ എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ സാധാരണ എന്തൊക്കെ സാധനങ്ങളാണോ എടുത്ത് വെക്കാറുള്ളത് ആ സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കുക. അപ്പം ഞാനെപ്പോഴും പച്ചക്കറികളൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെ കവർ ചെയ്തിട്ടാണ് വെക്കുന്നത്. അല്ലെങ്കിൽ അരിഞ്ഞ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സുകളിൽ അടച്ചു വെക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ കുറച്ച് സോസ്, മയോണൈസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒത്തിരി വലിയ ഓർഗനൈസേഷനൊന്നും എൻ്റെ ഫ്രിഡ്ജിലില്ല കേട്ടോ. കാരണം സാധനങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഓർഗനൈസേഷൻ്റെ ആവശ്യമൊന്നും വരാറില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ പൊടിപ്പിച്ച പൊടികളൊക്കെ ഉണ്ട്. അതാണ് ഈ പ്ലാസ്റ്റിക് കൂടുകളിൽ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. കുറച്ച് ബൾക്കായിട്ട് നമ്മൾ പൊടിപ്പിക്കുമ്പോൾ അത് കേടാവാതിരിക്കാനായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ ആ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് അധികം സമയമൊന്നും കളയാതെ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്.